കെപിസിസി ഭാരവാഹി യോഗത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ വിമർശനമുയർന്ന സംഭവത്തിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാക്കൾ. യോഗത്തിൽ നിന്നും വി ഡി സതീശൻ വിട്ടുനിന്നതോടെ കെപിസിസി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിലുള്ള പോര് കോൺഗ്രസിൽ രൂക്ഷമാകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. എന്നാൽ പടലപ്പിണക്കങ്ങൾ രൂക്ഷമല്ല എന്ന പ്രതികരണങ്ങളാണ് നേതാക്കൾ നൽകുന്നത്. ലോക്സഭാ വിജയത്തിന് പിന്നാലെ പാർട്ടിയിലെ ഐക്യം ശക്തിപ്പെടുത്താനും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായും തുടങ്ങിയ മിഷൻ 2025 കോൺഗ്രസിലെ നിലവിലെയുള്ള ഐക്യം തകർക്കുന്ന നിലയിലേക്കാണ് പോകുന്നത്. മിഷന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിട്ടുനിന്നത് വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു. സതീശൻ സുധാകരൻ പോര് വീണ്ടും കനക്കുന്നുവെന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു വന്നത്. എന്നാൽ കോൺഗ്രസിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന പ്രതികരണമാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്നത്. കോൺഗ്രസിൽ ആശയക്കുഴപ്പങ്ങൾ ഇല്ല, തെറ്റായ വാർത്തകളാണ് പ്രചരിക്കുന്നത് എന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് ഏകപക്ഷീയമായ തീരുമാനം എടുക്കുന്നുള്ള വിശ്വാസം എനിക്കില്ല. പ്രതിപക്ഷ നേതാവും APC പ്രസിഡന്റും എല്ലാ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ആലോചിച്ചിട്ടാണ് പ്രതിപക്ഷ നേതാവ് തീരുമാനമെടുക്കുന്നത്. 100,000 കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്നോ ചില കാര്യത്തിൽ അവിടെ അസ്വാരസ്യങ്ങളും ആശയക്കുഴപ്പവും ഉണ്ടായാൽ അത് പർവ്വതീകരിക്കേണ്ട കാര്യമില്ല. പാർട്ടിയിൽ പുകയും തീയുമില്ലെന്ന് MK രാഘവൻ MPയും വ്യക്തമാക്കി. ജ്യേഷ്ഠനനിയന്മാർ തമ്മിലുള്ള തർക്കം സ്വാഭാവികമെന്നും അതിൽ ഹൈക്കമാൻഡ് ഇടപെടേണ്ട സാഹചര്യമില്ലെന്നുമായിരുന്നു MK രാഘവന്റെ പ്രതികരണം. ഏത് വീട്ടിലെ പ്രശ്നമില്ലാത്ത എല്ലാ വീടുകളിലും ഏട്ടാനിമാർ പ്രശ്നമില്ലേ? ഇതും അതൊക്കെ തീരാവുന്ന വിഷയമുള്ളൂ. അതിനൊക്കെ ഒരു തർക്കത്തിൻ്റെ പ്രശ്നമില്ല. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ പാർട്ടിക്കകത്ത് തന്നെ അത് പരിഹരിക്കും, തർക്കം വേണ്ട. തെറ്റുകൾ ചൂണ്ടിക്കാട്ടാനാണ് പാർട്ടി യോഗങ്ങളെന്നായിരുന്നു K മുരളീധരന്റെ പ്രതികരണം. തെറ്റ് ചൂണ്ടിക്കാട്ടിയാൽ തിരുത്തേണ്ടവർ തിരുത്തും, പാർട്ടിക്ക് അകത്ത് ഒരു പ്രശ്നവുമില്ലെന്നും K മുരളീധരൻ കൂട്ടിച്ചേർത്തു. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനാണ് പാർട്ടിയുടെ യോഗങ്ങളിൽ ചേരുന്നത്. അതിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും, തിരുത്തേണ്ടവർ തിരുത്തും. അപ്പോൾ അത് ഒരു കുറ്റമല്ല. പക്ഷേ ചില ആൾക്കാരൊക്കെയാണ് ഇതിൻ്റെ പേരിൽ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുന്ന ചില ആളുകൾ ഉണ്ട്. അത് അന്വേഷിച്ച് പാർട്ടി നേതൃത്വം കണ്ടുപിടിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. താൻ വിമർശനത്തിന് അതീതനല്ല എന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് ഇന്നും ആവർത്തിച്ചത്. ഞാൻ വിമർശനത്തിന് അതീതനല്ല. ആർക്ക് വേണമെങ്കിലും എന്നെ വിമർശിക്കാം. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തും. സംഘടനാപരമായ കാര്യങ്ങൾക്ക് പാർട്ടി പ്രവർത്തകർക്ക് വേദനയുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശവും എൻ്റെ നാവിൽ നിന്നുണ്ടാവില്ല. മിഷൻ 2025 ഭാഗമായി എല്ലാ ജില്ലകളിലും പ്രതിപക്ഷ നേതാവിനെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവുകൾ ചേരാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ KPCC ഭാരവാഹി യോഗത്തിലുണ്ടായ വലിയ വിമർശനങ്ങളെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.